ഓക്കെ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ബൈബിള് തുറന്നവര് 21 മുതൽ 24 വരെ ആദ്യം വായിക്കുക. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈ വെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്നു അവന് തിക്കിക്കൊണ്ടിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ടും പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടതാരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നു കണ്ടിട്ടും എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാനും ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തോട് വളരെ കരഞ്ഞും വിലപിക്കുന്നവരെയും കണ്ട് അകത്ത് കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച്, ബാലെ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ തബീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുതെന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ദൈവം വായിച്ച ഈ വേദഭാഗം അത് ദൈവവചനമാണ്. അതിനെ ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ. 2 വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്ക് കർത്താവ് ഇത്രയും പേർക്ക് പല ദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അല്പസമയമായിരിക്കുന്നത് അവിടുത്തെ സന്നിധാന ഭയത്തിലായിരിക്കാൻ ഇടയാക്കണം. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം കർത്താവ് നൽകിത്തന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ ഏത് അവസ്ഥയിലും കർത്താവെ ഞങ്ങൾക്ക് ആശ്വാസമരുളുന്ന ആ വചനം ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് പകുത്ത് നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നൽകി തന്നെ അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിച്ചാട്ട് യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ വായിച്ച ഇത്രയും വാക്യങ്ങളിൽ 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഇത് 3 പാർട്ടാണ്. ആക്ച്വലി 3 പാർട്ടായിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം 21 മുതൽ 24 വരെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ ഒരു അനുരോധനം, ഒരു അപേക്ഷ നമുക്കവിടെ കാണുവാൻ. ഇറ്റ്സ് എ പ്ലീ ഫ്രം ജായിറസ്. ഓക്കെ, എ പ്ലീ ഫ്രം ജായിറസ് ഫോർ എ ഗ്രേറ്റ് ഹെൽപ്പ്. അത് വളരെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു അവസ്ഥയിൽ അവൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം യേശു കർത്താവ് ചെയ്തു തരുവാൻ തക്കവണ്ണം യേശുവിനോട് അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്, 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ. രണ്ടാം ഭാഗം വരുമ്പോൾ അത്
ഈ ഒരു സ്ത്രീ 12 വർഷമായി ബ്ലീഡിംഗ് ആയി രക്തസ്രാവമായി കഴിഞ്ഞിരുന്നതായ ഒരു സ്ത്രീ വിശ്വാസത്താൽ യേശുവിൻ്റെ അടുക്കൽ വരികയും തിക്കിനും തിരക്കിനും ഇടയ്ക്ക് യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനിടയാവുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗം ജായറസിന്റെ ആ സംഭവം, ആ കുട്ടി മരിക്കുന്നു. അത് കണ്ടിട്ട് യേശു കടന്നു ചെല്ലുന്നു. യേശു അവൾക്ക് ജീവൻ നൽകി അവളെ ഉയർപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുവാനിടയായത്. അപ്പോൾ രണ്ട് കഥകളും, അതായത് ഈ സ്ത്രീയുടെ കഥയും യായിറോസിന്റെ കഥയും, ഇറ്റ് ഈസ് വൂവൺ ടുഗദർ ഇൻ ദ ടെക്സ്റ്റ്. അത് ഒന്നിച്ച് ചേർത്ത് നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് മെൻഷൻ ചെയ്യാമായിരുന്നു. എന്നാൽ അത് ഇന്റർവൂവൺ, അത് ഇടകലർത്തി അത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന 3 പ്രധാന പോയിന്റ്: ഫെയ്ത്ത് എക്സ്പ്രസ്ഡ് ഇൻ ഡെസ്പറേഷൻ. വളരെ നിരാശാജനകമായ ഒരു പരിതസ്ഥിതിയിൽ അവരുടെ വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്ന ഒരു രംഗം കാണുന്നുണ്ട്. ഈ 2 ക്യാരക്ടറും അവരുടെ വിശ്വാസത്തെ യേശുവിന്റെ സന്നിധിയിൽ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നാം കാണുന്നത് യേശുവിന്റെ അധികാരമാണ്. ആ 2 സംഭവങ്ങളിലും യേശു തന്റെ അധികാരം, മനുഷ്യനായി യേശു അവതരിച്ചു എങ്കിലും താൻ സാക്ഷാൽ ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. നേരത്തെ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലൊക്കെ അവൻ കടലിനെ ശാന്തമാക്കി, അതായത് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. പിന്നെ ഭൂതത്തെ നിയന്ത്രിച്ചത് നാം കണ്ടു. അപ്പോൾ എല്ലാ 6000-ലധികം ഭൂതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ലഗ്യോനായിരിക്കുന്ന ഒരു ഭൂതഗ്രസ്തനെ മാറ്റിയെടുത്തപ്പോൾ ഭൂതങ്ങളുടെ മേൽ, അതായത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും യേശു കർത്താവിന് ഒരു ദൈവമെന്ന നിലയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് രണ്ടുപേരുടെയും രോഗത്തിന് ശാസിക്കുവാനുള്ള അധികാരം യേശു കർത്താവിനുണ്ടായിരുന്നു. മൂന്നാമത് നാം കാണുന്നത്, അപ്പോൾ ഫെയ്ത്ത് എക്സ്പ്രസ്ഡ് ഇൻ ഡെസ്പറേഷൻ. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് യേശു കർത്താവ് അറിയുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നാം ആയിരിക്കുന്ന ഏതവസ്ഥയായിരുന്നാലും ആ അവസ്ഥയിൽ നമുക്ക് നിലവിളിക്കുവാൻ, ആ ഡെസ്പറേഷനിൽ നമുക്ക് നിലവിളിക്കുവാൻ, നമുക്ക് നോക്കുവാൻ, ഒരു വിശ്വാസത്തോടെ നോക്കാൻ ഒരു യേശു ഉണ്ടെന്നുള്ളത് ഒന്ന്. 2, യേശുവിന് ആ സിറ്റുവേഷനെ നിയന്ത്രിപ്പാൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കൊണ്ടുവരുവാൻ, ടു ബ്രിങ് എ സൊല്യൂഷൻ, ഹീസ് ഓതറൈസ്ഡ്, ഒരു അധികാരമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്, ഈ 2 സംഭവത്തിലും യേശുവിൻ്റെ മനസ്സലിവ് നമുക്ക് കാണുവാനിടയാണ്. നമ്മുടെ ഏതവസ്ഥയിലും, അത് 2 പേരുടെ അവസ്ഥ അറിയാം. യായിറോസ് പള്ളിപ്രമാണിയെന്നേ ഉള്ളൂ, യേശുവിനെ വിശ്വസിക്കുന്നവനല്ലായിരുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്നില്ല, അല്ലേ? എന്നിട്ടും അവനോട് യേശു ദയ കാണിക്കുന്ന കാണുന്നതാണ്. ഈ സ്ത്രീ ആണെങ്കിൽ അൺടച്ചബിൾ, അല്ലേ? രക്തസ്രാവമുള്ള സ്ത്രീയെ തൊടുവാൻ പോലും ആർക്കും സാധ്യമല്ല. പഴയ നിയമപ്രകാരം അവള് അശുദ്ധയാണ്, മാറി താമസിക്കേണ്ടവളെയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു പാളയത്തിന് പുറത്തുള്ള കുഷ്ഠരോഗികളെ പോലെ മാറിക്കഴിയേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് അവൾ ആ തിക്കിലും തിരക്കിലും പെട്ടുവന്ന് യേശുവിനെ തൊടുകയും അത് യേശു അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹം ഒരു പക്ഷെങ്കിൽ അവളെ വെറുക്കും, അവളെ നിന്ദിക്കും. പക്ഷെങ്കിൽ യേശു കർത്താവ് ദയ കാണിച്ചു, അനുകമ്പ കാണിച്ചു എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം കാണുവാൻ തക്കവണ്ണം ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ മനസ്സലിവ് നമുക്ക് ഓർക്കാം. പിന്നെ സകലത്തിനും കഴിവുള്ള യേശു ആണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് കടന്നു ചെല്ലുവാൻ തക്ക ഒരു ഇടമാണ് യേശുവിന്റെ സന്നിധി എന്നുള്ളത് നമുക്ക് ഓർക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഡ്യൂട്ടി സമയത്തായാലും നമ്മുടെ പഠന സമയങ്ങളിലായാലും നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ്, സാമൂഹ്യമായ മറ്റ് എന്ത് ആക്ടിവിറ്റീസിലും പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ നാം നേരിടുമ്പോൾ നമുക്ക് ചാരുവാൻ, താങ്ങുവാൻ, ഒന്ന് ചോദിക്കുവാൻ, ഒന്ന് പറയുവാൻ, ഒരു പക്ഷേ മനുഷ്യരൊക്കെ നിസ്സഹായരായിട്ട് മാറി നിൽക്കുമ്പോൾ, നമ്മെ സഹായിപ്പാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ നമ്മെ സഹായിപ്പാൻ, ഒന്ന് കൈത്താങ്ങൽ നൽകുവാൻ യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ നാം വായിക്കുന്ന 21 മുതൽ നമുക്ക് ഓടിച്ചു പോകേണ്ടതായിട്ടുണ്ടല്ലോ. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കടല് അരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുത്ത് വന്നുകൂടി. അപ്പോൾ തലേഭാഗത്ത് നാം ചിന്തിച്ച കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു? അവൻ വള്ളത്തിലിരുന്ന് അക്കരയ്ക്ക് പോയാണ്.
അപ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ ബദ്ധപ്പാടിന് ശേഷം താൻ ശിഷ്യന്മാരെയും കൂട്ടി ഒരു റിട്രീറ്റിന് പോകുന്ന പോലെ, ഒരു വിശ്രമത്തിനായിട്ട് ഒരു പിക്നിക്ക് പോകുന്നത് പോലെ യേശു കർത്താവ് വള്ളത്തിലിരുന്ന് അക്കരയ്ക്ക് പോവുകയാണ്. അവിടെയാണ് വലിയ കൊടുമ്പിരിക്കൊള്ളുന്നതായ സിറ്റുവേഷൻ ഉണ്ടായതല്ലേ. പ്രകൃതിക്ഷോഭമുണ്ടായി, കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, വള്ളം മുങ്ങുമാറായി. യേശു സുഖത്തോടെ കിടന്ന് ഉറങ്ങുന്നു. പക്ഷെങ്കിൽ യേശുവിനെ അവർ വിളിച്ചുണർത്തി, ഞങ്ങൾ നശിക്കുന്നത് കാണുന്നില്ല, ഇത്രയും വലിയ സിറ്റുവേഷൻ, നീ സുഖമായിട്ട് ഉറങ്ങുന്നു. പക്ഷേ ദൈവം, യേശു ആദ്യം അവരെ ശാസിക്കുന്നതിന് പകരം ആദ്യം അതിനെ ശാന്തമാക്കി. അപ്പോൾ പ്രകൃതിമേൽ അവന് അധികാരമുണ്ടെന്നുള്ളത് അധികാരം ആദ്യം കണ്ടു. അത് കഴിഞ്ഞവരെ ശാസിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ? എൻ്റെ ഉപസ്ഥിതി, ഞാൻ ഫിസിക്കലായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരും കാലത്ത് ഞാൻ നിങ്ങളോട് ഉണ്ടെന്നുള്ളതായ ഓർമ്മ വേണം എന്നുള്ളതായ ആ ഒരു ഓർമ്മ അവർക്ക് നൽകി കൊടുത്തു. അക്കരയ്ക്ക് കടന്നുപോയി. ഭൂതഗ്രസ്തൻ വരുന്നു, അല്ലെ? യഹൂദനല്ല, അവൻ അന്യജാതിയാണ്, ആ ദേശം അന്യജാതിയാണ്. ആദ്യമായിട്ട് ശിഷ്യന്മാരെയും കൊണ്ട് സുവിശേഷ വേലയ്ക്കായിട്ട് സുവിശേഷം അക്കര ദേശത്ത് പരത്തുവാൻ തക്കവണ്ണം അക്കര നാട്ടിലേക്ക് യേശു ആ ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നു. അതിന്റെ പ്രതിഫലനമാണ് പ്രിയമുള്ളവരെ ഇന്ന് ഇന്ത്യ, നമ്മളൊക്കെ യേശുവിൽ വിശ്വസിച്ച് ഇന്ന് യേശുവിന്റെ സന്ധിയിലായിരിക്കുന്നതിന് കാരണം എന്താ? അന്നത്തെ ആ കാണിച്ച മാതൃക യേശു കാണിച്ചു കൊടുത്തത്. ആ ശിഷ്യന്മാരെ അക്കരയ്ക്ക് കൊണ്ടുപോയി ആദ്യമായിട്ട് യഹൂദ്യ ദേശത്ത് നിന്ന് സുവിശേഷം അക്കരയ്ക്ക് വേണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാം ചിന്തിച്ചതാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, അതുമൂലം ശിഷ്യന്മാർ സുവിശേഷവുമായിട്ട് പല നാടുകളിലേക്ക് പോകുവാൻ, ഇന്ത്യയിലേക്കും സെന്റ് തോമസ് AD 52 വരുവാനിടയായി. എങ്ങനെ സുവിശേഷം നമുക്കായിട്ട് നമ്മുടെ ഇന്ത്യയുടെ വാതിലും അതിനായിട്ട് തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ ആ സുവിശേഷം അംഗീകരിപ്പാൻ തക്കവണ്ണം കാരണമായി തീർന്നത് യേശു എന്ന് കാണിച്ച മാതൃക അക്കര നാട്ടിലേക്ക് പോയി. എൻ്റെ ഭവനം മാത്രമല്ല, എൻ്റെ അയൽവക്കത്തെ ഭവനം, എൻ്റെ അടുത്ത നാട്, അടുത്ത സ്ഥലം, അടുത്ത പഞ്ചായത്ത്, അല്ലെ, അടുത്ത ദേശം, ഇതൊക്കെ നമുക്ക് നമ്മുടെ വിഷയത്തിലുള്ളതാണ്. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്, നമുക്ക് കടന്നു പോകേണ്ടതാണ്, അവരെയും കൊണ്ടുവരേണ്ടതാണ്. അവിടെ നമ്മുടെ ചെലവോ, നമ്മുടെ സമയ ചെലവോ, നമ്മുടെ പണച്ചെലവോ, നമ്മുടെ ദേഹത്തിന്റെ ക്ഷീണമോ ഒന്നും നമുക്കൊരു വിഷയമല്ല. കാരണം നാം അവിടെ എല്ലാം കടന്നു പോകുവാൻ, അവരെ കാണുവാൻ, അവരോട് അല്പസമയം വചനം സംസാരിപ്പാൻ, അവരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ഒക്കെ ഉള്ളതായ എല്ലാ പ്രാപ്തിയും ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത് നാം ഉപയോഗിക്കണമെന്നുള്ളതാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നാം തിരിച്ച് അവിടെ നടക്കേണ്ടതൊക്കെ നടന്നു. അവനെ ഒരു മിഷണറി ആയിട്ട് മാറ്റി. ആ ഭൂതഗ്രസ്തനെ ഒരു മിഷണറി ആയിട്ട്, യേശുവിനോട് കൂടി വള്ളത്തിൽ ഇക്കര വരാൻ ആഗ്രഹിച്ച ആ ഭൂതഗ്രസ്തൻ, യഹൂദയിലേക്ക് വരുവാൻ ആഗ്രഹിച്ച ഭൂതഗ്രസ്തനെ, അല്ല, നീ എന്നോടൊപ്പം അല്ല വരേണ്ടത്, നീ നിന്റെ ദേശത്തേക്ക് പോകണം, നിന്റെ വീട്ടിലേക്ക് പോകണം, നിന്റെ നാട്ടുകാർ അറിയണം, നിന്റെ അയൽവക്കത്തുകാർ അറിയണം. നാറാണത്ത് ഭ്രാന്തനായിട്ട് ആർക്കും വേണ്ടാതെ സമൂഹം വെറുത്ത്, സമൂഹത്തെ നീ വെറുത്ത് ജീവിച്ചിരുന്ന ആ ഒരു നിലയിൽ നിന്റെ വ്യത്യാസം, നിന്റെ സാക്ഷ്യം ലോകം അറിയണം, വീട്ടുകാർ അറിയണം, നാടറിയണം, നിന്റെ പള്ളി അറിയണം, നിന്റെ അയൽവക്കത്തുകാർ അറിയണം. അപ്പോൾ അതിനായിട്ട് അവനെ ഒരു സാക്ഷിയായിട്ട് യേശു നിയമിച്ച് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. അത് കഴിഞ്ഞ് വള്ളത്തിലിരുന്ന് വീണ്ടും ഇക്കരയ്ക്ക് യേശു വരികയാണ്. അപ്പോൾ ആ ഒരു മിഷന് വേണ്ടി മാത്രം യേശു അവിടെ കടന്നുപോയി. ഒരു മനുഷ്യൻ, ഒരു ഭൂതഗ്രസ്തനെ, അതും ഒരു ഭൂതഗ്രസ്തൻ പറഞ്ഞാൽ ഏതാണ്ട് 6000 പടയാളികൾ ഒരുപോലെ ഒന്നിച്ച് താമസിക്കുന്ന വലിയ ബറ്റാലിയനായിരുന്നു അവന്റെ ശരീരം. അവിടെ നിന്ന് അവനിതാ നാം കാണുന്നുണ്ട്, അവനൊരു വിശ്വസ്തദാസനായിട്ട് കർത്താവിന് വേണ്ടി വേർതിരിയുന്ന ഒരു വലിയ ഒരു മിഷണറി ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം പ്രത്യേകം സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഓരോ പോക്കും, അല്ലെ, ഇക്കരെ ആയാലും അക്കരെ ആയാലും എവരി ട്രിപ്പ് വാസ് ആക്ഷൻ ഓറിയന്റഡ്, അല്ലേ? യേശുവിൻ്റെ ഒന്നും വ്യർത്ഥമായിട്ടല്ല, ചുമ്മാതെ വാചകം അടിച്ച് പഞ്ചായത്ത് കൂടി ഇരുന്ന് അവരെ രസിപ്പിക്കാനോ സുഖിപ്പിക്കാനോ അല്ലായിരുന്നു, അല്ലേ? യേശുവിൻ്റെ ഓരോ ഇടപെടലും ആക്ഷൻ ഓറിയന്റഡ്. അവിടെ എല്ലാം ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രോഗിയെ കാണുമ്പോൾ, ഇപ്പൊ ഷീബ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞത് രണ്ട് പേഷ്യൻസ്, അല്ലേ? 2 പേഷ്യൻസ്, ജോണും വേറൊരു സഹോദരിയുടെ പേരും പറഞ്ഞു. അവരോട് പോകുന്നു, സുവിശേഷം പറയുന്നു. അവർ ഒരു മെന്റൽ കേസുകളാണ്, അവരൊക്കെ സൈക്കോ കേസുകളാണ്. എന്നാൽ അവരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സ്ത്രീയായ ഒരു സഹോദരിക്ക്, അല്ലേ, അത് സാധിക്കുന്നത്. കാരണം ആരും ഭയപ്പെടും, ഒരു ഭൂതഗ്രസ്തനെ പോലെയുള്ള അവരെയൊക്കെ നേരിടാൻ ഭയപ്പെടും. എന്നാൽ അവിടെ കടന്നു പോവുക, യേശുവിൻ്റെ സ്നേഹം അറിയിക്കുക, അവരുടെ തോളിലൊന്ന് തട്ടി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, വലിയ സംഭവങ്ങളാണ്. അതൊക്കെ ആക്ഷൻ ഓറിയന്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയിലായാലും നമ്മുടെ എവരി മൂവ്മെന്റ് ഇറ്റ് ഷുഡ് ബി ഫോർ ദ ലോർഡ്, അല്ലേ? പിന്നെ നാം കാണുന്നത്
ഇൻ ബോത്ത് ദ കേസസ്, ഈ രണ്ട് കേസ്, ജൈറസിന്റെ കേസും ആ സ്ത്രീയുടെ കേസും, ബോത്ത് വേർ ഫ്രൈറ്റൻഡ് ആൻഡ് ഡെസ്പെറേറ്റ്. ആ രണ്ടുപേരെ പറ്റി നമ്മൾ വായിക്കുന്നത് രണ്ടുപേരും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. ഒരു ഹോപ്പ് അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ മകൾ രോഗിയായി കിടക്കുന്നു, യായിറോസ് പറയുന്നത്, എൻ്റെ മകൾ രോഗിയായി കിടക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു. ഒരു മനുഷ്യനും, കാരണം ഒരു പക്ഷെങ്കിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കൈവിട്ടു, നീ വീട്ടിലേക്ക് കൊണ്ടുപോക്കുവോ, ഇനി ഒരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞ് വിട്ട കേസാണെന്ന് ഓർക്കണം. അപ്പോൾ മരണത്തിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ആ ഒരു പിതാവിന്റെ ഹൃദയം, അവൻ എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏക മകളായിരുന്നിരിക്കാം. അപ്പോൾ എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അവൾ കടന്നു വന്നു. 12 വയസ്സേ ഉള്ളൂ. ഇത്രയും വർഷം തീറ്റി പോറ്റി വളർത്തി, അതിനെ കാല് വളരുന്നോ കൈ വളരുന്നോ ഒക്കെ നോക്കി അതിനെ കുഞ്ഞ് വളർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അവന്റെ സ്ഥാനം, അവന്റെ മഹിമ, അവൻ സമൂഹത്തിലുള്ളതായ അവന്റെ പൊസിഷന്, അവൻ സിനഗോഗിന്റെ വലിയ ലീഡറാണ്, പള്ളിപ്രമാണിയാണ്. ആത്മീയമായിട്ട് നോക്കുമ്പോൾ മറ്റുള്ളവർ, അവന്റെ വർഗ്ഗക്കാരൊക്കെ അവനെ ആദരവോടുകൂടി നോക്കുന്ന സമൂഹമാണ്. അവിടെ നിന്നാണ് ഈ പുതിയ ഉപദേശം കൊണ്ടുവരുന്ന യേശുവിന്റെ അടുക്കലേക്ക് യാതൊരു ലജ്ജയുമില്ലാതെ അവൻ കടന്നു വരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ അവഗണിക്കും, ഈ പുതിയ ഉപദേശം എന്തുവാ, ഇതെന്തുവാ, അത് ചുമ്മാതെ വെറുതെ ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടമായെന്നൊക്കെ പലരും നമുക്ക് മുദ്ര കുത്തും, അല്ലേ? പക്ഷെങ്കിൽ അവൻ അതിന്റെ സത്യം മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം എനിക്കൊരു നന്മ വരണമെങ്കിൽ, എൻ്റെ കുഞ്ഞിനൊരു ജീവൻ വരണമെങ്കിൽ ഞാൻ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വരണമെന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ വായിച്ച 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് മുഴുവൻ തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കത് ഉഖ്തളം വരെയാകാം. 21 മുതൽ 24 വരെ നാം വായിച്ച ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങൾ അന്നത്തെ എന്താണ്? ജീസസ് ആക്സബിൾ ടു ദ ക്രൗഡ്സ്. അവിടെ വലിയ പുരുഷാരത്തിനിടയിലും, അല്ലേ, പുരുഷാരം തിക്കിത്തിറക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിച്ചത്. ദോ സറൗണ്ടഡ് ബൈ എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ജീസസ് റിമെയിൻസ് അപ്രോച്ചബിൾ. ആ വലിയ കൂട്ടത്തിന്റെ മധ്യത്തിലും യായിറോസിന് ചെന്ന് വ്യക്തിപരമായിട്ട് യേശുവിനെ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ ഹീസ് അവൈലബിൾ, അല്ലേ? നമ്മുടെ ഏതൊരവസ്ഥയിലും അവൻ അവൈലബിൾ ആണ്. നമുക്ക് കടന്നു ചെല്ലാം, ആ യേശുവിനോട് നമ്മുടെ കാര്യം പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഫെയ്ത്ത് ബിഗിൻസ് വെൻ വി കം നിയർ ടു ഹിം. അപ്പോൾ യായിറോസ് അവന്റെ അടുക്കലേക്ക് വന്ന് അവനോട് ഇക്കാര്യം പറയുക എന്നുള്ളത് അവന്റെ വിശ്വാസത്തെ കാണിക്കുകയാണ്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ തുടക്കമാണ് നാം അവിടെ കാണുന്നത്, യേശുവിന്റെ അടുക്കിലേക്ക് അവൻ വന്നു എന്നുള്ളത്. രണ്ടാമത്, ഈ യായിറോസിന്റെ താഴ്മ നമുക്ക് കാണാം, അല്ലെ? സിനഗോഗ് ലീഡറാണ്. അവിടെ വന്നിട്ട് യേശുവിന്റെ മുൻപിൽ അവൻ കുനിഞ്ഞ് മുട്ടുകുത്തി ലോകം കാണുകയാണ്. ഈ വലിയ പുരുഷാരം, ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും, ഇവരെല്ലാം കാണുകയാണ്. ഇവൻ അവിടെ മുട്ടുകുത്തി യേശുവിന്റെ മുൻപിൽ അവൻ 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 ആരാധിക്കുന്നു, യേശുവിനെ നന്ദി പറയുന്നു, യേശുവിനെ സ്തുതിക്കുന്നു, യേശു നിനക്കത് ചെയ്യുവാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവന്റെ അപേക്ഷ യേശുക്രിസ്തുവിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ട്രൂ ഫെയ്ത്ത് ബിഗിൻസ് വെൻ വി കം നിയർ ഹിം. ട്രൂ ഫെയ്ത്ത് റിക്വയേഴ്സ് ഹ്യൂമിലിറ്റി റിഗാർഡ്ലെസ് ഓഫ് ദ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി, അല്ലേ? നമ്മുടെ എന്ത് സമൂഹത്തിലെ നമ്മുടെ വ്യവസ്ഥിതി ആയിരുന്നാലും, എന്ത് സ്ഥാനമാനങ്ങൾ നമുക്കുണ്ടെങ്കിലും വിശ്വാസത്തിന് എന്താണ് വേണ്ടത്? താഴ്മ വേണമെന്നുള്ളതാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കർത്താവിനോട് മുൻപിൽ മുട്ടുകുത്തി അവനെ വണങ്ങി അവനോട് അപേക്ഷിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാനിടയാണ്. മൂന്നാമത്, ഡെസ്പറേറ്റ് പ്ലീ ഫോർ ഹിസ് ഡോട്ടർ, അല്ലെ? തന്റെ മരണമുഖത്തിലുള്ളതായ മകളുടെ മേൽ കൈവെക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് യേശുവിന്. അപ്പോൾ ഫെയ്ത്ത് ഈസ് ഓഫൺ ബോൺ ഇൻ ഡെസ്പറേഷൻ. ആ വിശ്വാസം അവന് തുടങ്ങി വെച്ചത് എവിടെ നിന്നാണ്? ഔട്ട് ഓഫ് ഡെസ്പറേഷൻ. ജീവിതത്തിന്റെ നിരാശയുടെ അവസാന ഘട്ടത്തിലാണ് ഒരു പക്ഷെങ്കിൽ അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ വിശ്വാസം അവനിൽ ഉണ്ടായത് എന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്ക് അവിടെ കാണാം, ജീസസ് റെസ്പോൺസ് ഇമ്മീഡിയറ്റ്ലി, അല്ലെ? ജീസസ് ഗോസ് വിത്ത് ജൈറസ് വിത്തൗട്ട് ഹിസ്. ഒരു മടിയുമില്ലാതെ യേശു ഉടൻ തന്നെ ഈ യായിറോസിന്റെ കൂടെ തന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവന്റെ കൂടെ ഉണ്ട്, അനേക ശുശ്രൂഷ അവിടെ ബാക്കിയുണ്ട്, അനേക രോഗികൾ അതിന്റെ മധ്യത്തിലുണ്ട്. ഇവന് പ്രസംഗിക്കുവാൻ വലിയ ഓപ്പർച്യൂണിറ്റി ഇരിക്കുകയാണ്, ദൈവരാജ്യത്തെ പറ്റി പറയുവാൻ, അവരെ ദൈവ സ്നേഹികളാക്കി മാറ്റുവാൻ ഒക്കെ വലിയ സംരംഭങ്ങൾ കിടക്കുമ്പോഴും ഒരു മനുഷ്യൻ, ഏക മനുഷ്യൻ, ഒരു കൊച്ചു പ്രശ്നം. യേശുവിന് നോക്കുമ്പോൾ അതൊരു കൊച്ചു പ്രശ്നം, അല്ലേ? സമൂഹത്തിൽ നോക്കുമ്പോൾ ഒരു കൊച്ചു പ്രശ്നം. അവർക്കതൊന്നൊരു വിഷയമല്ല, അവർക്ക് അവരുടെ കാര്യമായിരിക്കുമല്ലോ വലുത്. എന്നിട്ടും ആ യായിറോസിന്റെ യാചന കേട്ട് യേശു അവനോടൊപ്പം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്റ്റ് ഓണേഴ്സ് സിൻസിയർ ഫെയ്ത്ത് വിത്ത് ഹിസ് പ്രസൻസ്, അല്ലേ? അവരുടെ
അവരുടെ ആ വിശ്വാസത്തെ, ആ ആത്മാർത്ഥമായ വിശ്വാസത്തെ ആദരിക്കുന്ന ഒരു കർത്താവാണ്. ആൻഡ് ആ ആദരവ് എങ്ങനെയാണ് കാണിക്കുന്നത്? യേശു അവിടെ സന്നിഹിതനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിരാശയില്, പ്രശ്നത്തില് നമുക്ക് വിളിച്ചപേക്ഷിപ്പാൻ കർത്താവുണ്ട്. അഞ്ചാമത്, ദ ക്രൗഡ് പ്രസിംഗ് അറൗണ്ട് ഹിം. ഓർക്കണം, ദ മൾട്ടിറ്റ്യൂഡ് വാസ് ത്രോങ്ങിങ്, അല്ലേ? യേശു നടക്കുന്ന കൂട്ടത്തിൽ വലിയ പുരുഷാർ അവനെ ചുറ്റി തിക്കിക്കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ വായിക്കുന്നത്. ചുറ്റി തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മെനി മേ ബി നിയർ ജീസസ്, എത്രയോ നൂറുകണക്കിന് ആൾക്കാർ അവന് ചുറ്റും ഉണ്ടായിരുന്നു. ബട്ട് ഓൺലി ഫെയ്ത്ത് ഡ്രോസ് ഹിസ് പവർ, അല്ലേ? അവന്റെ അധികാരത്തെ അവനിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം ആർക്കാ സാധിച്ചത്? ഈ പുരുഷാരത്തിന് മൊത്തം സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ യേശുവിന്റെ അടുക്കലേക്കൊന്ന് ചെല്ലുവാനുള്ള അവന്റെ ആഗ്രഹം, യേശുവിനോടൊന്ന് അപേക്ഷിപ്പാനുള്ള അവന്റെ ആഗ്രഹം, അത് ഫലം കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. 35 മുതൽ അതിന്റെ ബാലൻസ് നമുക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണി വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി. വലിയ വലിയ ഒരു ഹാർഡ് ട്രൂത്താണ്. മരിച്ചെന്ന് എങ്ങനെ അവർ പറഞ്ഞു എന്നുള്ളതാണ്. അവനോട് നേരെ വന്നിട്ട് പറയുന്നത് തന്നെ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ ഒരാശയ്ക്കും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മാറിയിരുന്നു. ആ ഭവനം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടിട്ടും യേശു പറയുന്നത് എന്താണ്? ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഏത് മനുഷ്യൻ വിശ്വസിക്കും? തൻ്റെ കുഞ്ഞു മകൾ മരിച്ചോണം, അവൾ മരണക്കിടക്കയിലായിരുന്നു, അവള് സീരിയസ് ആയിരുന്നു, ഒരു ഗതിയുമില്ല, അറ്റ കൈ, ലാസ്റ്റാണ് ഇവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ഒന്ന് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ നിലയിലാണ് പ്രിയമുള്ളവരെ യേശു പറയുന്നത്, നീ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മനുഷ്യരൊക്കെ നിന്ദിച്ചു, അല്ലെ? അവിടെ അവൻ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം വിലപിക്കുന്നവരൊക്കെ അവനെ നിന്ദിച്ചു, പരിഹസിച്ചു എന്നുള്ളതാണ്. പരിഹസിച്ചാ ചിരിക്കുന്നത്. അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക എന്നൊക്കെ പറയുമ്പം ആരാ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ അതിനകത്തുള്ളത്, ദ ഫെയ്ത്ത് ടെസ്റ്റഡ് ബൈ ബാഡ് ന്യൂസ്, അല്ലെ? ഒരു പക്ഷെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു ന്യൂസ് കേൾക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതായിരിക്കും, നമ്മെ അതൊന്ന് ശോധന ചെയ്യുവാൻ ഇടയാക്കുമെന്നുള്ളതാണ്. രണ്ടാമത് യേശു പറയുന്നു, ഫിയർ നോട്ട്, ഓൺലി ബിലീവ് എന്ന് പറയുമ്പോൾ ദ ഫെയ്ത്ത് മസ്റ്റ് റൈസ് എബോവ് ഫിയർ, അല്ലേ? അവന്റെ ഭയം എന്താണ് അവന്റെ കേട്ട വാർത്ത, അതിന് മുകളിലേക്ക് വ്യാപരിക്കുന്നതായിരിക്കണം അവന്റെ ഹൃദയത്തിലെ ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാം, ദ ഫെയ്ത്ത് ഫ്ലറിഷസ് ഇൻ ദ കമ്പനി ഓഫ് ട്രൂ ബിലീവേഴ്സ്. അവന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവന്റെ കമ്പനി ആരാണ്? മറ്റുള്ള സമൂഹത്തിൽ നിന്ന് മാന്യന്മാർ, അവിടെ MLA കാണും, MP കാണും, സിറ്റി കൗൺസിലർ കാണും, അവരുടെ ട്രൈബൽ ചീഫ് കാണും, അല്ലേ? അനേകരുടെ കാണും. ഈ പള്ളിപ്രമാണി ജായിറോസിന്റെ സീനിയർ ആളും കാണും. ചിലപ്പോൾ ഇവരെ 2-3 പേരെ കൂട്ടിക്കൊണ്ട് ലോകമൊന്ന് കാണട്ടെ, എന്റെ സാക്ഷ്യം അവരെ അറിയട്ടെ, എനിക്കിതിന് കഴിവുണ്ടെന്ന് അറിയട്ടെ, അവൻ മറ്റുള്ളവരെയാണ് കൊണ്ടുപോകും. പക്ഷെ അവൻ കൊണ്ടുപോയത് ആരെയാ? തന്റെ സ്വന്തം സഹോദരന്മാരെ, അല്ലേ? പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ, അല്ലെ? അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ദ ഫെയ്ത്ത് ഫ്ലറിഷസ് ഇൻ ദ കമ്പനി ഓഫ് ട്രൂ ബിലീവേഴ്സ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളുമായിട്ട്, നമ്മെ പോലെ യേശുവിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ളതായ ആ ഒരു സംഗമം, അതെ, അവരോട് ചേർന്നുള്ളതായ ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം പ്രിയ ദൈവജനമേ നമുക്ക് പ്രത്യേകം സാധിക്കും എന്നുള്ളതാണ്. അടുത്തായിട്ട് നാം കാണുന്നുണ്ട് ഫെയ്ത്ത് വേഴ്സസ് മോക്കറി, അല്ലെ? 38 മുതൽ 40 വരെ നാം വായിക്കുമ്പോൾ അവിടെ വിലപിക്കുന്നവർ യേശുവിന്റെ വാക്കുകൾ കേട്ട് അവരെ പരിഹസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഫെയ്ത്ത് മസ്റ്റ് സ്റ്റാൻഡ് ഫേം അഗെയിൻസ്റ്റ് അൺബിലീഫ് ആൻഡ് റിഡിക്യൂൾ. അപ്പോൾ അങ്ങനെ വരുന്നതായ പരിതസ്ഥിതികളിലും അതിനെ നിരാകരിക്കുവാൻ, അതിനെ അതിജീവിക്കുവാനുള്ളതായ വിശ്വാസം എനിക്കും നിങ്ങൾക്കും വേണമെന്നുള്ളത് അത്യാവശ്യമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പിന്നെ നാം കാണുന്നു, അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക യേശു കൽപ്പിക്കുന്നു. വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്, അല്ലെ? നിരാശയുടെ അറ്റത്ത് ഒരു മനുഷ്യനും സഹായിപ്പാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുമ്പോൾ, നമ്മൾ ഈ ലാസറിന്റെ കഥ നമുക്കറിയാമല്ലോ, അല്ലെ? ലാസറിന്റെ കഥ ഈ മർക്കോസിൽ അതില്ല. ലാസർ അസുഖമായി കിടക്കുന്നു എന്നുള്ളതായ വാർത്ത യേശുവിനെ അറിയിച്ചു. യേശു 2 നാഴിക നേരം, അതായത് ഏതാണ്ട് 2 മൈൽ ദൂരെ അടുത്ത ഗ്രാമത്തിലാണ്. യേശു അത് മൈൻഡ് പോലും ചെയ്തില്ല. യേശു കേട്ടു, യേശുവിന് വാർത്ത ലഭിച്ചു. അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ലാസർ
എപ്പോഴും ആ ഭവനത്തിൽ ചെല്ലുന്നതാണ്, അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്, അവിടെ ആഹാരം കഴിക്കുന്നതാണ്, മാർത്ത വെച്ച് വിളമ്പി സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മറിയാന്ന് ഓടി വന്ന് കാൽക്കലിരുന്ന് യേശു പറയുന്നത് എല്ലാം എത്ര ഹൃദ്യമായിട്ട് കേട്ട് അനുസരിക്കുന്നവളാണ്. ഏറ്റവും സ്നേഹിച്ച ഒരു ഭവനം അല്ലേ. ലാസറിനെ വിളിക്കുമ്പോൾ ലാസർ സുഖമില്ല, നീ വരിക എന്ന് പറഞ്ഞപ്പോൾ അവനത് മൈൻഡ് പോലും ചെയ്തില്ല, പോയില്ല. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു കാണും, പിന്നെ പിന്നെ ഓർപ്പിച്ച് കാണും, അതൊന്നുമില്ല. അപ്പോൾ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ഉറങ്ങുകയായിരിക്കും. ഉറങ്ങുകയായിരിക്കും. അപ്പോൾ മരിച്ചെന്ന് വാർത്ത കേൾക്കുമ്പോൾ പറയുന്നത് അവൻ ഉറങ്ങുക, അവന് റെസ്റ്റ് എടുക്കട്ടെ എന്നുള്ളതാണ്. 4 ദിവസം നമ്മൾ കാണുന്ന അവിടെ മരിക്കുന്നതിന് മുൻപേ ചെന്ന് യേശുവിന് അവനെ സുഖപ്പെടുത്താമായിരുന്നു അല്ലേ. മരിച്ചു കഴിഞ്ഞ് ഉടനെ അങ്ങ് ചെല്ലായിരുന്നു. കാരണം ആ വീട്ടിൽ വിലാപം, വലിയ ബഹളം, ബന്ധുക്കളെല്ലാം കൂടി, നാട്ടുകാരെല്ലാം, ലാസറിനെ, ആ കുടുംബത്തെ എല്ലാവരും സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും കൂടി വലിയ ബഹളം നടക്കുകയാണ് അവിടെ. ആ നിമിഷത്തിൽ യേശു അല്ലെ തന്റെ ശിഷ്യന്മാരുമായിട്ട് അങ്ങോട്ട് കടന്നു ചെന്നിട്ട് അവനെ ഉയർപ്പിക്കാമായിരുന്നു. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി അവൻ ചെന്നില്ല. എന്താ കാരണം? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു. 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസം യേശു കടന്നു ചെന്നു. 4-ാം ദിവസം ആകുമ്പോൾ അറിയാമല്ലോ, ഇതിനകത്ത് ഡോക്ടേഴ്സോ നേഴ്സുമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ശവശരീരം 24 മണിക്കൂർ കഴിയുമ്പോൾ എന്താകും? അത് വീർക്കുവാൻ തുടങ്ങും അല്ലേ, വീർത്ത് തുടങ്ങും. 24 മണിക്കൂർ കഴിയുമ്പോഴേ വീർത്ത് തുടങ്ങും. അല്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് ദുർഗന്ധം വന്നു തുടങ്ങും. 3 ദിവസം 4 ദിവസം ആകുമ്പോൾ നമ്മൾ ഈ റോഡിലൊക്കെ വണ്ടിയെ പോകുമ്പോൾ നമുക്ക് കാണാം, ഈ പട്ടിയൊക്കെ ചത്തു വീർത്ത് പൊട്ടിക്കീറി ഈ റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന കാണാം. അമേരിക്കയിലും ന്യൂസിലൻഡിലൊന്നും കാണത്തില്ല, അല്ല ഓസ്ട്രേലിയയിൽ കാണത്തില്ല, പക്ഷെങ്കിൽ ഇന്ത്യയിലൊക്കെ കാണാം. നമുക്ക് പല ദേശങ്ങളിൽ ചെല്ലുമ്പോൾ, വടക്കേ ഇന്ത്യയിലൊക്കെ പട്ടി ചത്ത് വീർത്ത് നാറ്റം വെച്ച് പുഴുവരിച്ച് ഈച്ച പറന്ന് കിടക്കുന്നു. ലാസറിന്റെ ശരീരം ആ അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോഴാണ് യേശു ചെല്ലുന്നത്. മാർത്ത പറയുന്നുണ്ട്, അയ്യോ അവൻ ഒക്കത്തില്ല കർത്താവേ, നാറ്റം വെച്ചു. മറിയം പറയുന്നത്, നാറ്റം വെച്ച് നീ എങ്ങനെ അവിടുന്ന് ഇറക്കും? അത് ആര് പോകും? ഭയങ്കര ദുർഗന്ധം. ആ കല്ലങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനത്തിന് നിൽക്കാൻ സാധിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞതാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 4 ദിവസം എന്തിനായിരുന്നു? 1-ാം ദിവസം ചെല്ലരുത്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ ചെല്ലായിരുന്നു, നമ്പർ 1. നമ്പർ 2, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ ചെല്ലാമായിരുന്നു. പക്ഷേ 4 ദിവസം വരെ യേശു കർത്താവ് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ്? നമുക്ക് വേദപണ്ഡിതന്മാർ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്, ആ പട്ടണത്തിന് ചുറ്റും, ആ ഗ്രാമത്തിന് ചുറ്റും അകത്ത് ഒരു വർഗമുണ്ട്. അവരുടെ ഭവനത്തിന് ചുറ്റും ഒരു പ്രത്യേക വർഗമുണ്ടായിരുന്ന റാബിൻസ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാരൻ. അപ്പോൾ ഈ റാബിൻസിന്റെ ആ ഗോത്രത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്, ഒരാൾ മരിച്ചാൽ അവന്റെ ആത്മാവ് ആ ശവകുടീരത്തിന് ചുറ്റും പരതി നടക്കും. അവന്റെ ആത്മാവ് എങ്ങും പോകത്തില്ല. അവൻ മരിച്ചവന്റെ ആത്മാവ് ഈ ശരീരത്തിന് ചുറ്റും, ഈ കുടീരത്തിന് ചുറ്റും നടക്കും. എന്നിട്ട് 3 ദിവസത്തിനകം ഇവൻ നല്ലവനാണ്, നീതിമാനാണെങ്കിൽ ഈ ആത്മാവ് തിരിച്ചിവനിലേക്ക് വന്ന് ഇവൻ ജീവനുള്ളവനായിട്ട് എഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം, അന്ധവിശ്വാസം ഈ റാബിൻസ് ഗോത്രവർഗക്കാരുണ്ടായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 ദിവസത്തിനകം അത് സംഭവിക്കണം. മനസ്സിലായില്ലേ? യേശു കർത്താവ് ഹൃദയവിചാരങ്ങളെ പോലും, നമ്മുടെ അന്ധകരണത്തെ പോലും അറിയുന്ന കർത്താവാണ്. ആ ഗ്രാമത്തിലുള്ളവരുടെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും യേശു കർത്താവിന് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഈ റാബിൻസ് മാത്രമാണ്, ആ വർഗക്കാർ മാത്രമാണ് ഇവന്റെ ആത്മാവ് 3 ദിവസത്തിനകം തിരിച്ച് ഇവനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ലാസർ നല്ലൊരു മനുഷ്യനായിരുന്നു, നീതിമാനായിരുന്നു, ഒരു ദോഷം ആർക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്ര നീതിപ്രവർത്തികൾ ചെയ്ത ഈ ലാസറിലേക്ക് തന്റെ ആത്മാവ് മടങ്ങി വരുമെന്നുള്ള ആ വിശ്വാസം റാബിൻസ് ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തോടെ നോക്കിയിരിക്കുകയാണ്. 3 ദിവസത്തിന്റെ അവസാനത്തില് എന്തായിരിക്കും അവരുടെ ചിന്ത? അയ്യോ, എല്ലാം പോയി, തീർന്നു അല്ലെ. സഹോദരിമാർ ഒരു പക്ഷെങ്കിൽ ഉള്ളിലൊരു ചെറിയ പ്രത്യാശ, കാരണം ഈ അയൽവക്കത്തുകാരില്ലേ, ഇവരൊക്കെ പറയുന്നത് കേട്ട് ചെറിയൊരു, കാരണം ഇവൻ നീതിമാനായിരുന്നു, ഒരു പക്ഷെങ്കിൽ 3 ദിവസത്തിനകം അവൻ ഉയർത്തെഴുന്നേൽക്കും, യേശു വന്നില്ലെങ്കിലും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ ഒരു ചിന്ത ഒരു പക്ഷെങ്കിൽ ഉണ്ടായിരുന്നിരിക്കണം. 3 ദിവസവും കഴിഞ്ഞു, എല്ലാ ആശയും അറ്റ് നിരാശയുടെ അങ്ങേയറ്റത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇനി ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്ന് പറയുമ്പോഴാണ് 4-ാം ദിവസം യേശു കർത്താവ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ അന്ധവിശ്വാസങ്ങൾക്കെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ടല്ലേ. ഇനി ഒരു ഹോപ്പുമില്ല അവരുടെ അന്ധവിശ്വാസത്തിൽ പോലും. അവിടെയാണ് യേശു
പറയുന്നത്, ലാസറേ പുറത്തു വരിക. അയ്യോ, ആ ചത്തു വീർത്ത പൊട്ടിക്കീറിയ ശവശരീരം നേരെ എഴുന്നേറ്റ് നിന്ന് ചലിക്കുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അവനെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ. ജീവൻ ലഭിച്ചു എങ്കിലും അവൻ ആ ജീവന്റെ ഒന്നൊന്ന് കാണിക്കാൻ, ആ ജീവൻ അവന് ലഭിച്ചു എന്നുള്ളതായി തുടിപ്പ് മറ്റുള്ളവരെ കാണിപ്പാൻ അവന്റെ കെട്ടുകളെ അഴിക്ക്, ബന്ധനം അഴിക്ക്. അനേക ബന്ധനങ്ങളൊക്കെ നമ്മൾ കടന്നുപോയവരാണ് പ്രിയമുള്ളവരെ. നമ്മളൊക്കെ കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് വിടുവിച്ചു. ആ കെട്ടിൽ വീണ്ടും, അപ്പോൾ അവന്റെ ചുറ്റും അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ട് തുണി, അല്ലെ, ശവശരീരത്തെ കെട്ടുന്ന യഹൂദന്മാരുടെ രീതിയിൽ. അപ്പോൾ ഇവൻ നിൽക്കുന്നുണ്ട്, ഇവൻ യേശുവിന് നന്ദി പറയുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നുണ്ട്, സ്തുതി പറയുന്നുണ്ട്, കാലും കൈയും ഒക്കെ ഇളക്കാൻ നോക്കുന്നുണ്ട്, അല്ലേ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവന് നടക്കാൻ പറ്റുന്നുണ്ടോ? മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് യേശു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തില്, അവന്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ. ആ കെട്ടഴിച്ച് അവൻ സ്വതന്ത്രനായി മാറി. നമ്മുടെ അനേക ജീവിതങ്ങൾ, നമ്മളിപ്പോൾ ഈയിടെയൊക്കെ രക്ഷിക്കപ്പെട്ടവരുടെ ഒക്കെ അനുഭവതകൾ നമുക്ക് അറിയാമല്ലോ. ആ ഒരു കെട്ടുപാടുകളിൽ നിന്ന് നാം വിട്ടുമാറി നാം ഫ്രീ ആകുക, സ്വതന്ത്രമാകുക. നമുക്ക് ജീവന്റെ തുടിപ്പ് ലഭിച്ചു എന്ന്, യേശുവിൽ നിന്ന് നിത്യജീവന്റെ തുടിപ്പ് എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ആ വാസ്തവം, ആ സാക്ഷ്യം ലോകജനം അറിയണമെന്നുള്ളതാണ്. അപ്പോൾ നാം ഉത്സാഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട് ചലനമുള്ളവരായിട്ട് മറ്റുള്ളവരോട് നാം സുവിശേഷം പറയുകയും നമ്മുടെ സാക്ഷ്യം രേഖപ്പെടുത്തുകയും നമ്മെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ എന്നെ നോക്ക്, ദിവസം 2 കുപ്പി കുടിച്ചിരുന്ന എന്നെ നോക്ക്, ഞാൻ മാറി, ഒരു പുതിയ ജീവൻ എൻ്റെ ഉള്ളിലേക്ക് വന്നു, ഇതാ സർവവും പുതുതായിരിക്കുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമയം ഇതോടുകൂടി കഴിയുകയാണല്ലോ. ദൈവം എന്ന് വെച്ചാൽ നമുക്ക് രക്തസ്രാവത്തിന്റെ ആ കഥ നമുക്ക് അടുത്ത ലക്കത്തിലേക്ക് നോക്കാം. അപ്പോൾ യായിറസിനെ പറ്റി നാം വായിക്കുമ്പോൾ അവന്റെ വിശ്വാസം, അല്ലെ, ഏറ്റവും താഴ്മയോടെയുള്ള ഒരു വിശ്വാസം, നിരാശയുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോഴുള്ളതായിരുന്നൊരു വിശ്വാസം. പക്ഷെ അവന്റെ വിശ്വാസം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ അവൻ സാധിച്ചു. ഇറ്റ് വാസ് വെരി ആക്റ്റീവ്, അല്ലേ. അവൻ മടിച്ച് മാറി നിൽക്കുകയല്ല, നിരാശപ്പെട്ട് മാറി നിൽക്കുകയല്ല, ലജ്ജിച്ചു മാറി നിൽക്കുകയല്ല, സമൂഹത്തെ ഭയന്നു മാറി നിൽക്കുകയല്ല, അല്ലെ, ലോകം എന്തു പറയും, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് അവൻ ഈ വരുവാൻ പോകുന്ന ഈ വലിയ പ്രശ്നത്തെ അവൻ തനിയെ അഭിമുഖീകരിക്കുകയല്ല, അവൻ യേശുവിന്റെ പദാന്തികത്തിലേക്ക് ആ കാര്യങ്ങൾ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ പ്രിയമുള്ളവരെ, സമൂഹമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, അവര് കാണണം. നമുക്ക് ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തീരുമാനത്തോടു കൂടി യേശുവെ നീയാണ് എൻ്റെ കർത്താവ്, യേശുവെ അവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുവാനുള്ള വലിയ അവസ്ഥയാണ്. കാരണം ഇവൻ പരസ്യമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ. ഇവൻ രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ്. നിക്കോദിമോസിനെയൊക്കെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ, അല്ലെ, ഇവന്റെ ശവശരീരം അടക്കാൻ പോയ അരിമത്യക്കാരനായ യോസേഫ് എന്ന മന്ത്രിയെ പറ്റിയൊക്കെ, ഇവരൊക്കെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു, സമൂഹത്തെ ഭയന്നവരാണ് ആദ്യം, പിന്നെ അതൊക്കെ മാറി ഒടുവില്ല. പക്ഷെങ്കിൽ ഇവനോ ആരെയും ഭയപ്പെടാതെ യായിറോസ് നേരെ കടന്നു ചെന്ന്, അതിന്റെ ഫലം എന്തായിരുന്നു? ഹാസ് ബീൻ റിവാർഡഡ്, അല്ലെ. ഏറ്റവും വലിയ പ്രതിഫലം തന്റെ ജീവിതത്തിൽ അവന് ലഭിച്ചു എന്നുള്ളതാണ്. 12 വയസ്സുള്ള മകൾ ജീവനുള്ളവളായിട്ട് നിൽക്കുന്നു. യേശു പറയുന്നു, അവൾക്ക് ജീവനുണ്ട്, അവൾ ചലിക്കുന്നു, അവൾ സംസാരിക്കുന്നു, അവൾ നന്ദി പറയുന്നു. പിതാവേ, സമൂഹമേ, കുടുംബക്കാരെ, അവൾക്ക് തിന്നുവാൻ വല്ലതും കൊടുക്കുക, അല്ലേ. നമ്മുടെ ആ ഫോളോ അപ്പ് നമ്മള് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന്, നമ്മൾ കുഞ്ഞുങ്ങളാണ്, അവർക്ക് തിന്നുവാൻ വല്ലതും കൊടുക്കണം, ആഹാരം. അതിനാണല്ലോ നമ്മൾ ഈ ബൈബിൾ ക്ലാസ് തുടങ്ങിയത് തന്നെ പ്രിയമുള്ളവരെ. അനീഷിന്റെ റിക്വസ്റ്റ് നമ്മൾ തുടങ്ങിയതാണ്. കാരണം പുതിയ രക്ഷയിലേക്ക് വന്നു, പുതിയൊരു ബാലനായി ജനിച്ചു. എൻ്റെ കുടുംബം, ഞങ്ങൾക്ക് ബൈബിളിന്റെ ആവശ്യമുണ്ട്, ചെറിയ ചിന്തകൾ ആവശ്യമുണ്ട്, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം, അല്ലേ. ആ ഒരു ചിന്ത വരിക. അപ്പോൾ ഒരു ഫോളോ അപ്പ്, അവർക്ക് തിന്നുവാൻ വല്ലതും കൊടുക്കുക. അവൾക്ക് ബലം വേണം, ശക്തി വേണം, അവൾ ഇനിയും വളരണം. 12 വയസ്സിൽ നിന്ന് അവൾ 100 വയസ്സുള്ള സ്ത്രീയായിട്ട് മാറണം. അപ്പോൾ അവളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് ആഹാരം. ആ ആഹാരം അവൾ ഭക്ഷിച്ചിട്ടാണ് നാളെ ബലത്തോടെ നിന്ന് അവളുടെ ജീവിതം മുഴുവൻ. ഈ 12-ാം വയസ്സിൽ സംഭവിച്ച ഈ കാര്യം അവൾ പിന്നെ അവളുടെ മരണം വരെയും, ഓർക്കുക, മരണം വരെയും അവൾ സാക്ഷ്യമായിട്ട് ലോകത്തോട് പറഞ്ഞു കാണണം, അല്ലെ. അവിടെ ഒന്നും എഴുതിയിട്ടില്ല എങ്കിലും പറഞ്ഞു കാണണം. അവൾ മാത്രമാണോ? ഈ സംഭവം കണ്ട ആയിരക്കണക്കിന് ആൾക്കാർ. അതുമാത്രമല്ല, അന്നു മുതൽ ഈ പുസ്തകത്തിൽ എഴുതി നമുക്ക് തന്നത് മുതൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ. എത്രയോ പേർ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ ജീവചരിത്രം, അല്ലേ, ഒന്നുമില്ലാത്തവൾ, നശിച്ചുപോയി, മരിച്ചുപോയി,
ഒരു മനുഷ്യനും രക്ഷിപ്പാൻ സാധ്യമല്ല. ലാസറിനെ പോലെ ഒരു ആത്മാവ് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല ഉള്ളിലേക്ക്, ഈ ശരീരത്തിലേക്ക് എന്നൊക്കെ വിചാരിച്ച് ഇതാ ഒരു വലിയ വ്യത്യാസം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയ ദൈവജനമേ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നിരാശയിലാണോ, പ്രയാസത്തിലാണോ, യേശുവിൻ്റെ പാദാന്തികത്തിലേക്ക് വന്ന് നമുക്ക് അവനെ അനുസരിക്കാം, അവനിൽ വിശ്വസിക്കാം. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ലോർഡ് ജീസസ്, അല്ലേ? നമുക്ക് വളരെ വിശ്വാസത്തോടു കൂടെ ആ കർത്താവിന്റെ ശ്രദ്ധയിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ, അല്ലെ, ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹമാകുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ ആകുന്നില്ലല്ലോ, എൻ്റെ രോഗം മാറുന്നില്ലല്ലോ, എൻ്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ഇല്ലല്ലോ, എൻ്റെ സമൂഹം, എൻ്റെ കൂട്ടുകാർ എപ്പോഴും നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം, എങ്ങനെ ഒന്ന് ചേഞ്ച് ആകാൻ സാധിക്കും? ദൈവജനമേ, യേശു കർത്താവ് നമ്മോടൊപ്പം ഉണ്ടല്ലേ? വിശ്വാസത്തോടു കൂടി ആ യേശു സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും, കർത്താവ് നമ്മെ സഹായിക്കും. മനസ്സലിവുള്ള കർത്താവാണ്, അവിടുത്തേക്ക് ശക്തിയുണ്ട്. ഹീസ് പവർഫുൾ, അല്ലേ? ആർക്കും അവൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ തടുക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഫേവറും ആ കർത്താവിൽ നിന്നാണെന്ന് ഓർത്തുകൊണ്ട് ആ കർത്താവിന്റെ പാദാന്തികത്തിൽ നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. വിശ്വസിച്ച യായിറോസ് ദൈവത്തിന്റെ മഹത്വം കണ്ടു, അല്ലേ? അവന് യേശുവിന്റെ അത്ഭുതം കണ്ടു എന്നുള്ളതാണ്. തന്നെ മരിച്ചുപോയ ദുഃഖത്തിന്റെ, ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് മാറിപ്പോയിരുന്ന ഒരു കുടുംബത്തെ യേശു കർത്താവ് പുരുഷാരത്തിന്റെ മധ്യത്തിൽ മറ്റെല്ലാം വിട്ടിട്ട് യേശു കർത്താവ് ആ മനുഷ്യനെ സഹായിക്കുന്നു, ആ കുടുംബത്തെ സഹായിക്കുന്നു, ആ പൈതലിന് ജീവൻ നൽകുന്നു. ദൈവത്തിന്റെ സാക്ഷിയായിട്ട് അവളെ ഒരു ഭൂതഗ്രസ്തനെ എങ്ങനെ യേശുവിന്റെ സാക്ഷിയാക്കിയോ, അതുപോലെ ഈ ഒരു കൊച്ചു ബാലികയെ, ആ ബാലികയുടെ പിതാവിനെ, മാതാവിനെ, അത് കണ്ടു നിന്നവരെ, കുടുംബാംഗങ്ങളെ ഒക്കെ യേശുവിന്റെ സാക്ഷികളാക്കി മാറ്റി എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമായി വരുന്ന ദിവസങ്ങളിൽ മാറട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഫലമേൽപ്പിക്കാം. ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും വരുന്ന ദിവസങ്ങളിൽ അതിന് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി പറയുന്നു.